നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചില വാർത്തകൾ കേൾക്കുമ്പോൾ നെഞ്ചു പൊട്ടുന്നു. വണ്ടിപ്പെരിയാറ്റിൽ ആ നരാധമൻ 6 വയസ്സുള്ള പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്ന വാർത്ത മാത്രമല്ല, അതിൻ്റെ ചില തുടർചലനങ്ങളും നമ്മളെ ഭയപ്പെടുത്തുന്നു. സ്ഥലം MLA വാഴൂർ സോമൻ പോസ്റ്റ്മോർട്ടം വേണ്ടെന്ന് വയ്ക്കാൻ അധികാരികളെ നിർബന്ധിച്ച വാർത്ത നമ്മൾ ഇന്നലെയാണ് കേട്ടത്. ഇന്നിതാ വണ്ടിപ്പെരിയാറ്റിലെ ആ പെൺകുഞ്ഞിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ട വനിതാ കമ്മീഷൻ അംഗത്തിന്റെ ഫോട്ടോ വൈറലാകുന്നു. ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ ചൂരക്കുളത്തേക്കാണ് വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ പുറപ്പെട്ടത്. തിരുവനന്തപുരത്ത് നിന്ന് ഹൈറേഞ്ചിലേക്കൊരു യാത്ര. വനിതാ കമ്മീഷൻ അംഗത്തിന്റെ ഈ യാത്ര വിവാദമാകുമ്പോൾ നമുക്ക് ഭയം തോന്നുന്നത് ഇങ്ങനെയാണ്. വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ വണ്ടിപ്പെരിയാറിലേക്കുള്ള യാത്രയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് കണ്ടാൽ നമ്മളുടെ നെഞ്ചു പിടയ്ക്കും. ചിരിച്ചുകൊണ്ട്, അതും പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഷാഹിദ കമാൽ ആ വണ്ടിപ്പെരിയാറ്റിലേക്ക് യാത്രയാകുന്നു. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ഒരു പീഡനവും കൊലപാതകവും. ആ പീഡനം നടന്ന കുടുംബത്തെ സന്ദർശിക്കാനാണ് കേരളത്തിന്റെ വനിതാ കമ്മീഷൻ അംഗം പുറപ്പെടുന്നത്. എങ്ങനെ നിങ്ങൾക്കിങ്ങനെ നിറപുഞ്ചിരിയോടെ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകുന്നത് പോലെ ആ വണ്ടിപ്പെരിയാറ്റിലെ വീട്ടിലേക്ക് യാത്ര തിരിക്കാനാകും? ഹൃദയമുള്ളവർക്ക് ഒരിക്കലും കേട്ടു നിൽക്കാൻ കഴിയാത്ത ഒരു വാർത്തയായിരുന്നു വണ്ടിപ്പെരിയാറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നത്. എന്നിട്ട് ആ പെൺകുഞ്ഞിന്റെ വീട് സന്ദർശിക്കാൻ ഇവരൊക്കെ സമയം കണ്ടെത്തുന്നത് ഇത്രയേറെ വൈകി. എവിടെ നമ്മുടെ ബാലാവകാശ കമ്മീഷൻ? അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ ഒരു ബാലാവകാശ ലംഘനം നടന്നുവെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന ആ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ എവിടെ? ഇന്നിപ്പോൾ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാലും ചെയ്തത് അതിക്രൂരമായി പോയി. ഷാഹിദ കമാലിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനം അലയടിക്കുകയാണ്. മാധ്യമങ്ങളിൽ നിന്നടക്കം രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ വനിതാ കമ്മീഷൻ അംഗം നേരിടുന്നത്. ഇത്തരം വിമർശനങ്ങൾ ഉയർന്നതോടെ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കി. പക്ഷേ സത്യം മുക്കാൻ നിങ്ങൾക്കൊന്നും കഴിയില്ല എന്നോർക്കുക. അഹങ്കാരത്തിന്റെ പേരിൽ, ധാർഷ്ട്യത്തിന്റെ പേരിൽ അനുഭവിച്ചോ എന്ന് പറഞ്ഞിറങ്ങിപ്പോയ ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷയുണ്ട്, MC ജോസഫൈൻ. അവരുടെ പിന്മുറക്കാരിയായി ഉയർത്തിക്കാട്ടിയ ഷാഹിദ കമാലിന് ഇതെന്താ ഉല്ലാസയാത്രയോ? വണ്ടിപ്പെരിയാറ്റിലെ ആ കുടുംബം ഒരു ദരിദ്ര കുടുംബമാണ്. ചൂരക്കുളം എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് അവരുടെ മാതാപിതാക്കൾ. അവർക്ക് വേണ്ടത്ര സുരക്ഷയൊരുക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. സ്വന്തം മകനെ പോലെ കൂടെ നിർത്തിയ ഒരു നരാധമൻ, അതും ഒരു DYFI നേതാവ്. അവൻ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ആ പിഞ്ചു കുഞ്ഞിനെ പിച്ചി ചീന്തുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കൊടിയ പീഡനത്തിൽ ആ കുഞ്ഞ് അബോധാവസ്ഥയിലായപ്പോൾ അവൻ അതിനെ കെട്ടിത്തൂക്കി. ഈ ഒരു കൊടും ക്രൂരത ചെയ്ത DYFI നേതാവിനെ രക്ഷപ്പെടുത്താനായി പിന്നീട് പാർട്ടിക്കാരുടെ ശ്രമം. എന്തിനേറെ സ്ഥലം MLA വാഴൂർ സോമൻ പറഞ്ഞത് പോസ്റ്റ്മോർട്ടം വേണ്ടെന്നാണ്. വാഴൂർ സോമനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉയർന്നു പൊന്തുമ്പോഴാണ് ഇപ്പോൾ ഷാഹിദ കമാൽ മറ്റൊരു കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ യുവനിര നേതാക്കൾ ഒന്നടങ്കം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. സംഭവം നടന്ന് ഒരാഴ്ച വൈകി ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷ വണ്ടിപ്പെരിയാറ്റിലേക്ക് പുറപ്പെടുന്നു. അവിടെയും ഒരു അമ്മയുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോയി. സ്വന്തം പിഞ്ചുകുഞ്ഞിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ വേദന തിന്നുന്ന ഒരമ്മ. അവരുടെ ഹൃദയം കാണാൻ, അവരുടെ മനസ്സിലെ നോവ് മാറ്റാൻ എന്തേ ഇത്രയേറെ വൈകിയത് ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷ? നിങ്ങൾ എഴുന്നള്ളിച്ചെല്ലുവോളം അവിടെ എല്ലാവരും കാത്തിരിക്കണമെന്നാണ് ഉദ്ദേശിച്ചത്? എന്തിനാണ് സർക്കാരിന്റെ ചെലവിൽ ഖജനാവിലെ പണം മുടിപ്പിച്ച് ഇത്തരത്തിൽ വനിതാ കമ്മീഷന്റെ കസേരയിൽ കയറി ഇരിക്കുന്നത്? ഈ കസേരയിൽ കയറി ഇരുന്നിട്ട് നിങ്ങളൊക്കെ യജമാനത്തികളെ പോലെ പെരുമാറുന്നു. 6 വയസ്സുകാരിയായ ആ പിഞ്ചുകുഞ്ഞിനെ നരാധമൻ കൊലപ്പെടുത്തിയിട്ട് ഒരാഴ്ചയിൽ കൂടുതൽ സമയമായി. ഈ സമയമത്രയും കേരളത്തിലെ സമൂഹ മാധ്യമങ്ങൾ നിലവിളിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ആദ്യഘട്ടത്തിൽ കേരളത്തിലെ പത്രങ്ങളും ചാനലുകളുമൊന്നും കൊന്നത് ഒരു DYFI-കാരനാണ് എന്ന് പറയാൻ പോലും ആർജവം കാണിച്ചില്ല. പ്രതി DYFI-കാരനായതുകൊണ്ടാണ് വനിതാ കമ്മീഷൻ ഇതുവരെ ഈ പ്രശ്നത്തിൽ ഇടപെടാത്തത് എന്ന് സമൂഹ മാധ്യമങ്ങൾ വിമർശനമുയർത്തിയപ്പോൾ മാത്രമാണ് ഷാഹിദ കമാൽ ഇപ്പോൾ വണ്ടിപ്പെരിയാറ്റിലേക്ക് തിരിച്ചത്. ലജ്ജയുണ്ടോ നിങ്ങൾക്കൊക്കെ? കൊലപാതകം ചർച്ചയായപ്പോൾ വനിതാ കമ്മീഷൻ അംഗം വണ്ടിപ്പെരിയാർ സന്ദർശിച്ചു എന്ന തലക്കെട്ട് വാങ്ങാൻ വേണ്ടി മാത്രമായിരിക്കാം നിങ്ങളിങ്ങനെ പൊട്ടിച്ചിരിച്ച് വണ്ടിപ്പെരിയാറ്റിലേക്ക് പോയത്. നിങ്ങളും ഒരമ്മയല്ലേ? നാട്ടുകാരെ അറിയിക്കാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, അതും ഹൈറേഞ്ചിലേക്ക് പോകുന്ന ടൂറിസ്റ്റിനെ പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട്. നിറപുഞ്ചിരിയുള്ള സെൽഫി നിങ്ങൾക്ക് മറ്റു ചില അവസരങ്ങളിൽ ഇതുപോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാമായിരുന്നു. ഈ വാർത്ത വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളം പിടയുന്നുണ്ട്. നിങ്ങൾക്കൊന്നും അങ്ങനൊരു സാധനമില്ലേ? ഇത്രയും സെൻസിറ്റിവിറ്റി ഇല്ലാത്ത, ആർദ്രതയില്ലാത്ത വനിതാ കമ്മീഷൻ അംഗങ്ങളെ ഇനിയും ഈ സാക്ഷര കേരളം ചുമക്കണോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക.
ആ വനിതാ കമ്മീഷൻ അധ്യക്ഷയെ പടിയിറക്കി വിട്ടതുപോലെ ഈ വനിതാ കമ്മീഷൻ അംഗത്തെയും നിങ്ങൾ പടിയിറക്കി വിടണം. കേരളം ഇതിനെതിരെ പ്രതികരിക്കും എന്ന് തന്നെ നമ്മൾ കരുതുന്നു. വനിതാ കമ്മീഷൻ അംഗം ചെയ്തത് ഇതാണെങ്കിൽ സ്ഥലം MLA വാഴൂർ സോമൻ വരുത്തിയ വീഴ്ച വലുതാണ്. പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാനായി പീരുമേട് MLA വാഴൂർ സോമൻ ഇടപെട്ടതാണ് കേരളത്തെ നടുക്കിക്കളയുന്നത്. CRPC 174 പ്രകാരം കേസെടുത്ത സംഭവത്തിൽ പുറത്തുനിന്ന് ആർക്കും ഇടപെടാനോ പോസ്റ്റ്മോർട്ടം നടപടി തടസ്സപ്പെടുത്താനോ കഴിയില്ല എന്നിരിക്കെ വാഴൂർ സോമൻ പോലീസിനോട് ആവശ്യപ്പെട്ടത് പോസ്റ്റ്മോർട്ടം വേണ്ടെന്ന് വെക്കാൻ. അസ്വാഭാവിക മരണങ്ങളിൽ നിർബന്ധമായും പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന നിയമമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിനെ അട്ടിമറിക്കാൻ ഒരു MLA ഇറങ്ങിത്തിരിച്ചതെന്ത്? നിങ്ങളുടെ മുന്നിൽ ഒരു DYFI നേതാവ് ഇവിടെ കുറ്റക്കാരനായതാവും. കാരണം വിഷയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കാൻ വണ്ടിപ്പെരിയാർ സ്റ്റേഷന് മുന്നിൽ ചേർന്ന യോഗത്തിലാണ് പോസ്റ്റ്മോർട്ടം വേണ്ടെന്ന് വെക്കണമെന്ന് ആവശ്യപ്പെട്ട് താൻ DYSPയെയും CAയെയും വിളിച്ച കാര്യം MLA തന്നെ വെളിപ്പെടുത്തിയത്. സത്യത്തിൽ ഈ MLAക്ക് ഇനി കസേരയിൽ ഒരു നിമിഷം പോലും ഇരിക്കാൻ അർഹതയില്ല. അദ്ദേഹത്തിന് ഇത് നിഷേധിക്കാനും കഴിയില്ല. കാരണം അതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരിക്കുന്നു. പാർട്ടി പ്രവർത്തകനായ പ്രതിയെ സംരക്ഷിക്കാൻ കേസിന്റെ തുടക്കം മുതൽ ശ്രമം നടക്കുന്നു എന്ന ആരോപണം നിൽക്കുമ്പോഴാണ് വാഴൂർ സോമന്റെ ഈ അസാധാരണ ഇടപെടലും. വണ്ടിപ്പെരിയാറ്റിൽ നടന്നത് കേരളത്തിൽ തന്നെ നടന്ന ഏറ്റവും ക്രൂരമായ ഒരു ദളിത് പീഡനമാണ്. 3 വർഷം ഒരു കുരുന്നിനെ പീഡിപ്പിച്ച ശേഷം 6ാമത്തെ വയസ്സിൽ നിഷ്ഠൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുക. കൊടിയ പീഡനമേൽപ്പിക്കുമ്പോൾ കുഞ്ഞ് അബോധാവസ്ഥയിലായി. പിന്നീട് ആ കുഞ്ഞിനെ പഴം കെട്ടിത്തൂക്കുന്ന കയറിൽ ഷാളിൽ കുരുക്കി കെട്ടിത്തൂക്കുക. ഈ കെട്ടിത്തൂക്കി കൊന്നുകളഞ്ഞ ആ നരാധമൻ തന്നെ വീടിന് പുറത്തിറങ്ങി കുഞ്ഞ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷാൾ കുരുങ്ങി മരിച്ചതാണെന്ന് വിളിച്ചു പറയുക. അതിന് ചില രാഷ്ട്രീയ നേതാക്കൾ ഓശാന പാടുക. ആദ്യം ചില ട്രേഡ് യൂണിയൻ നേതാക്കളെ അയാൾ കയ്യിലെടുത്തു. അവരെ കൊണ്ട് പറയിപ്പിച്ചു കുട്ടി അബദ്ധത്തിൽ മരിച്ചതാണെന്ന്. DYFI നേതാവായ ഈ പ്രതിയെ ആദ്യം പോലീസ് പിടികൂടിയപ്പോൾ ഇയാളെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ ശ്രമിച്ചതും MLA തന്നെയായിരുന്നുവെന്ന ആക്ഷേപം ഇപ്പോൾ ഉയർന്നു പൊന്തുന്നു. അർജുനുള്ളത് എന്നും ഒരു രാഷ്ട്രീയ മുഖപടം തന്നെയായിരുന്നു. ഈ മുഖപടത്തിൽ ഒളിച്ചുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞിനെ കഴിഞ്ഞ 3 വർഷമായി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് പോലും ഈ നിഷ്ഠൂരൻ ഉപയോഗപ്പെടുത്തിയത്. ലയത്തിലെ എല്ലാവരോടും സൗഹൃദം നടിച്ചും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരിൽ പൊതുപരിപാടികൾ സംഘടിപ്പിച്ചും അവിടെ പ്രിയപ്പെട്ടവനായി മാറാൻ ഇവന് കഴിഞ്ഞു. ഇവനെ പോലെയുള്ള നരാധമന്മാർക്ക് പാർട്ടിയുടെ മുഖം മൂടി ഒരിക്കലും അണിയാൻ നിങ്ങൾ കൊടുക്കരുത്. ഗത്യന്തരമില്ലാതെ ഇന്നലെ കേസിന്റെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ നാട്ടുകാരിൽ ഒരാൾ അവന്റെ കരണത്തടിച്ചു. ആ കരണത്തടി ജനങ്ങളുടെ പ്രതിഷേധമാണ് എന്ന് സമൂഹ മാധ്യമങ്ങൾ ഉറക്കെ പറഞ്ഞു. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് കേരളത്തിൽ നടന്നത് 200-ലധികം പട്ടികജാതി വനവാസി പെൺപീഡനം. മൂന്നാർ ഗുണ്ടുമലയിൽ കഴിഞ്ഞ വർഷം 9 വയസ്സുകാരിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ പീഡനം നടന്നതായി കണ്ടെത്തിയെങ്കിലും നാളിതുവരെ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വാളയാർ കേസ് ഒരു നൊമ്പരമായി കേരളത്തിൽ ഇന്നും നിൽക്കുന്നു. കുറ്റവാളിയെ രക്ഷിക്കാൻ രാഷ്ട്രീയ നേതാക്കൾ ഇറങ്ങിത്തിരിക്കുന്നത് നമ്മൾ കണ്ട് നെഞ്ചത്ത് കൈവച്ചതാണ് അങ്ങ് വാളയാറിൽ. ഒടുവിൽ കോടതി പോലും വിമർശിച്ച അന്നത്തെ DYSPക്ക് പ്രമോഷൻ നൽകി സർക്കാർ ആദരിച്ചതും നമ്മൾ കണ്ടതു തന്നെ. ഇത്തരം നിഷ്ഠൂരന്മാരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ ഒരു പാർട്ടി ഇറങ്ങിത്തിരിക്കുന്നത് നമുക്ക് വേദനയുണ്ടാക്കുന്നു. കേരളത്തിലെ ഏറ്റവും പുതിയ ഈ ദുരിത കാഴ്ചകൾ നമ്മെ തകർത്ത് കളയുന്നു, കൂടുതൽ ഭയപ്പെടുത്തുന്നു. ഇവിടെ കുഞ്ഞുങ്ങൾക്ക്, സ്ത്രീകൾക്ക് നീതിയില്ല എന്നതല്ലേ സത്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.